നിത്യവും ആളും ബഹളവും നിറഞ്ഞു നിൽക്കുന്ന ക്ഷേത്രം. തിരുപ്പതിയും പുരി ജഗന്നാഥ ക്ഷേത്രവും കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ ദർശനത്തിനെത്തുന്ന വൈഷ്ണവ ക്ഷേത്രം നമ്മുടെ ഗുരുവായൂർ. ഭഗവാൻ ശ്രീകൃഷ്ണനെ 12 ഭാവങ്ങളിലായിട്ടാണ് ഇവിടെ ആരാധിക്കുന്നത്. കാരാഗൃഹത്തിൽ വെച്ച് വസുദേവർക്കും ദേവകിക്കും ദർശനം നൽകിയ അതേ ഉണ്ണിക്കണ്ണൻ്റെ സങ്കല്പമാണ് വിശ്വകർമാവ് സൃഷ്ടിച്ച ക്ഷേത്രം. ഗുരുവായൂരപ്പൻ്റെ അതിശയ കഥകൾ എത്ര പറഞ്ഞാലും തീരുന്നതല്ല. ഗുരുവായൂരപ്പനെ പൂജിക്കാൻ കിട്ടുക എന്നു പറഞ്ഞാൽ ഈ ജന്മത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം തന്നെയാണ്. ആത്മാർത്ഥതയോടെ ഭഗവാനെ സ്മരിച്ചാൽ, ഭക്തിയോടെ ഭഗവാനെ സ്നേഹിച്ചാൽ ഭഗവാൻ ഭക്തരെ കാണാൻ നേരിട്ടിറങ്ങി വരുന്ന പുണ്യക്ഷേത്രം. അങ്ങനെയുള്ള ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് മുന്നിൽ പറയുകയാണ്. ഒരിക്കൽ ഒരു വൃദ്ധൻ ദർശന സൗഭാഗ്യത്തിനായി ഗുരുവായൂരെത്തി. മുഷിഞ്ഞ വസ്ത്രമായിരുന്നു അദ്ദേഹം ധരിച്ചിരുന്നത്. തിരക്ക് കാരണം അദ്ദേഹത്തിന് ഉള്ളിൽ കയറി തൊഴാൻ പറ്റിയില്ല. ക്ഷീണം കാരണം അദ്ദേഹം അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അവിടെ ഇരുന്ന് ഉറങ്ങുന്നത് കണ്ട കാവൽക്കാരൻ അദ്ദേഹത്തെ വഴക്കു പറഞ്ഞ് പുറത്തേക്ക് പോകാൻ ആവശ്യപ്പെട്ടു. അയാൾക്കാണെങ്കിൽ നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. ഉറങ്ങിപ്പോയത് കൊണ്ട് തന്നെ പ്രസാദ ഊട്ടിൽ പങ്കെടുക്കാനും പറ്റിയില്ല. കയ്യിലാണെങ്കിൽ കാശുമില്ല. ഓരോന്ന് ആലോചിച്ച് അദ്ദേഹം അവിടെ ഇരുന്ന് മയങ്ങിപ്പോയി. അതിരാവിലെ കുളത്തിൽ കുളിച്ച് വസ്ത്രം മാറാനാണെങ്കിൽ ആളുടെ കയ്യിൽ ഒരു വസ്ത്രം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നന്നായി മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു. എങ്കിലും വെള്ളത്തിൽ നനച്ച് അദ്ദേഹം അത് തന്നെ മാറി ഉടുത്തു. മുഷിഞ്ഞ വസ്ത്രം ധരിച്ചു വരുന്ന കണ്ട അദ്ദേഹത്തെ ആളുകൾ പരിഹാസത്തോടെയും വെറുപ്പോടെയും മാത്രമാണ് കണ്ടത്. അത് അദ്ദേഹത്തെ വളരെ ദുഃഖിതനാക്കുകയും ചെയ്തു. ഭഗവാനെ തൊഴാൻ പോയപ്പോൾ കാവൽക്കാർ പിന്നെയും അദ്ദേഹത്തെ തടഞ്ഞു. തിരക്കൊഴിഞ്ഞിട്ട് ഭഗവാനെ ദർശിച്ചാൽ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് തന്നെ അതീവ ദുഃഖിതനായി അയാൾ പിന്നെയും തിരിച്ചു വരികയാണ് ഉണ്ടായത്. ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നന്നായി വിശക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം നേരെ ഊട്ടുപുരയിലേക്ക് നടന്നു. പക്ഷേ അവിടെയും കാവൽക്കാർ അദ്ദേഹത്തെ കഴിക്കാനോ ഊട്ടുപുരയിലേക്ക് കയറാനോ സമ്മതിച്ചില്ല. തിരിച്ച് അവിടെ നിന്നും സങ്കടത്തോടെ പുറത്തേക്ക് വന്നപ്പോൾ അവിടെ ഒരു അസാധാരണമായിട്ട് ഒരു ബാലനെ കണ്ടു. ആ ബാലൻ്റെ കയ്യിൽ കുറച്ച് കദളിപ്പഴവും പാൽപ്പായസവും ഉണ്ടായിരുന്നു. നിറഞ്ഞ പുഞ്ചിരിയോടെ പാൽപ്പായസവും കദളിപ്പഴവുമുള്ള പാത്രം ആ ബാലൻ അദ്ദേഹത്തിന് കൊടുത്തു. അപ്പോൾ ആ വൃദ്ധൻ ചോദിച്ചു, മോൻ ഏതാ? മോനെ ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിച്ചപ്പോൾ ആ ഉണ്ണി ചിരിയോടെ പറഞ്ഞു, ഞാൻ ഗുരുവായൂർ അമ്പലത്തിൽ ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു ഉണ്ണിയാണ്. ഞാനാണ് ഈ ഗുരുവായൂർ അമ്പലം നോക്കി പരിപാലിക്കുന്നത് എന്നുള്ള ഇതിൽ പറഞ്ഞിട്ട് ആ ഉണ്ണി തിരിച്ച് എങ്ങോട്ടോ പോയി. അദ്ദേഹം വയറ് നിറച്ച് പാൽപ്പായസവും കദളിപ്പഴവും കഴിച്ച് പിന്നെയും ദർശനത്തിന് വേണ്ടി പോയപ്പോൾ തിരക്ക് കാരണം അദ്ദേഹം തിരിച്ചു പോരുകയാണ് ഉണ്ടായത്. വൈകുന്നേരം കുളിച്ച് പ്രാർത്ഥിക്കാമെന്ന് കരുതി അദ്ദേഹം അവിടെ കിടന്ന് മയങ്ങി. അപ്പോൾ പിന്നെയും ആ ഉണ്ണി വന്നിട്ട് ഈ അപ്പൂപ്പനെ വിളിക്കുകയാണ്. അപ്പൂപ്പനെ ഞാൻ എവിടെയൊക്കെ തിരഞ്ഞു. ഞാൻ വിചാരിച്ചു അപ്പൂപ്പൻ തിരിച്ചു പോയി കാണുമെന്ന് ഒക്കെ. ഉണ്ണി ഇങ്ങനെ വാതോരാതെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അപ്പൂപ്പൻ ഉണ്ണിയോട് പറഞ്ഞു, ഈ മുഷിഞ്ഞ വേഷം കാരണം എന്നെ കാവൽക്കാർ അകത്ത് കയറാൻ സമ്മതിക്കുന്നില്ല. അതുമല്ല, തിരക്ക് കാരണം ഞാൻ ഈ ഒരു ഇതിൽ ആൾക്കാരുടെ അടുത്തേക്ക് പോകുമ്പോൾ അവരൊക്കെ എന്നൊരു പുച്ഛഭാവത്തോടെയാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ മാറിയിരിക്കുന്നത് എന്ന് പറഞ്ഞപ്പോൾ ഉണ്ണി പറഞ്ഞു, അപ്പൂപ്പൻ വിഷമിക്കണ്ട, നമുക്ക് രാവിലെ ഇന്ന് ഏതായാലും അപ്പൂപ്പൻ ഇവിടെ നിൽക്കും, നമുക്ക് അതിരാവിലെയുള്ള നിർമ്മാല്യ ദർശനത്തിന് അപ്പൂപ്പന് ദർശന സൗഭാഗ്യം ഉണ്ടാക്കി തരാൻ ഞാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞപ്പോൾ അപ്പൂപ്പൻ ആ വാക്ക് വിശ്വസിച്ച് അന്ന് അവിടെ രാത്രി അവിടെ തന്നെ തങ്ങി. രാത്രി ആയപ്പോൾ അദ്ദേഹം ഉറങ്ങാൻ കിടന്ന് ഒന്ന് മയങ്ങിയപ്പോൾ അദ്ദേഹം ഒരു സ്വപ്നം കാണുകയാണ്. ഈ ഉണ്ണി, അതായത് ഈ അപ്പൂപ്പന് ഈ ഭക്ഷണവും കൊണ്ടുവന്ന ഉണ്ണി ഗുരുവായൂരപ്പൻ്റെ രൂപത്തിൽ അദ്ദേഹത്തെ അനുഗ്രഹിക്കുന്നതായിട്ടാണ് അദ്ദേഹം സ്വപ്നം കണ്ടത്. അപ്പം തന്നെ അദ്ദേഹം ഞെട്ടി ഉണർന്നു. പിന്നെ അദ്ദേഹത്തിന് ഉറങ്ങാൻ പറ്റിയില്ല. പുലർച്ചെ അദ്ദേഹം കുളിക്കാൻ പോയപ്പോൾ കുളക്കടവിൽ വെച്ചിട്ട് ആ ഉണ്ണി വീണ്ടും വന്നു. കുളക്കടവിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ ആ ഉണ്ണിയോട് വൃദ്ധൻ പറഞ്ഞു, ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നത്തിൽ ഉണ്ണി
ഗുരുവായൂരപ്പൻ്റെ രൂപമായിട്ട് എന്നെ അനുഗ്രഹിക്കുന്നതാണ് ഞാൻ സ്വപ്നം കണ്ടതെന്ന് പറഞ്ഞിട്ട് ആ വൃദ്ധൻ ഇങ്ങനെ വിഷമത്തോടെ സന്തോഷത്തോടെയും ഇങ്ങനെ ആ ഉണ്ണിയോട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് ഉണ്ണി ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഇങ്ങനെയാണോ എന്നെ കണ്ടത്? അതായത് ആ ഭഗവാന്റെ രൂപത്തിൽ നിന്നിട്ട് ഗുരുവായൂരപ്പൻ ചോദിക്കുകയാണ്, ഇങ്ങനെയാണോ അപ്പൂപ്പൻ എന്നെ കണ്ടത് എന്ന്. ആ വൃദ്ധന് ആ സമയത്ത് ഉണ്ടായ അനുഭവം അത് എങ്ങനെ ആയിരിക്കുമെന്ന് ഓരോ ഗുരുവായൂരപ്പ ഭക്തന്മാർക്കും മനസ്സിലാക്കാൻ പറ്റൂലേ. അത്രയും വിഷമത്തോടെ നമ്മൾ നിൽക്കുന്ന സമയത്ത് നമ്മൾ അനുഗ്രഹിക്കുന്ന ആ കരുണാവാരിധിയായ ഭഗവാനാ ഒരു നോക്ക് കണ്ടപ്പോൾ ആ വൃദ്ധൻ്റെ ജന്മം സാഫല്യമായി അല്ലേ. അദ്ദേഹത്തിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഭഗവാന്റെ കാൽക്കൽ നമസ്കരിച്ചുകൊണ്ട് അദ്ദേഹം ഒരുപാട് സങ്കടത്തോടെയും പ്രാർത്ഥനയോടെയും ഭഗവാനെ സ്മരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഭഗവാൻ പറയാണ്, നിങ്ങൾക്ക് മുൻജന്മ പാപം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഈ 2 ദിവസം നിങ്ങളുടെ ആ പാപം തീരുന്ന ദിവസമായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വന്നത്. പക്ഷേ നിങ്ങളുടെ പാപം തീർന്നിരിക്കുകയാണ്, അതുകൊണ്ട് ഇനി അങ്ങ് എവിടെയും പോകണ്ട, ഇവിടെ തന്നെ എൻ്റെ അടുത്തിരുന്ന് എന്നെ സ്മരിച്ചുകൊണ്ട് സദാസമയവും എന്നെ സ്മരിച്ചുകൊണ്ട് എൻ്റെ അടുത്തിരുന്നാൽ മതി എന്ന് ഭഗവാൻ പറഞ്ഞു. അദ്ദേഹത്തിന് സന്തോഷം കൊണ്ട് ആനന്ദാശ്രുക്കൾ ഇങ്ങനെ വീഴാണ്. എന്താ പറഞ്ഞാൽ അത്രയും പാവപ്പെട്ട ഒരു വസ്ത്രം വരെ വാങ്ങാൻ ഗതിയില്ലാത്ത ആ മനുഷ്യനാ ഭഗവാൻ ഇത്ര സ്നേഹത്തോടെ ചേർത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാലോ കുചേലൻ്റെ കാര്യം. ഭഗവാൻ എത്രത്തോളം കരുണാവാരിധിയാണല്ലേ. പിന്നെ അദ്ദേഹത്തിന് അവിടെ ഒന്നും കാണാൻ പറ്റിയില്ല. അതിനുശേഷം പെട്ടെന്നുണ്ട് മേൽശാന്തി വന്നിട്ട് കുളക്കടവിൽ നിന്നിട്ട് അദ്ദേഹത്തോട് പറയുന്നു, ഇതാ ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കാണുകയുണ്ടായി, ഗുരുവായൂരപ്പൻ എനിക്ക് ദർശനം തന്നു സ്വപ്നത്തിൽ. അപ്പോൾ പറഞ്ഞു, രാവിലെ നിർമ്മാല്യ സമയത്ത് കുളക്കടവിൽ അങ്ങ് പോകണം. കുളക്കടവിൽ പോകുക മാത്രം ചെയ്താൽ പോരാ, കയ്യിൽ നല്ല വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കണം, അതായത് പുതിയ വസ്ത്രങ്ങൾ ഉണ്ടായിരിക്കണം. അപ്പോൾ അവിടെ ഒരാളെ അങ്ങ് കാണും. ആ കാണുമ്പോൾ അയാൾക്ക് ഈ പുതിയ വസ്ത്രം കൊടുത്തിട്ട് ഇന്നത്തെ എൻ്റെ നിർമ്മാല്യ പൂജയിൽ ഏറ്റവും മുന്നിലായിട്ട് ആ ഭക്തൻ ആ ആളുണ്ടായിരിക്കണം എന്ന് പറഞ്ഞു. ആ കാര്യം മേൽശാന്തി ഇദ്ദേഹത്തോട് പറയാണ്. ഇദ്ദേഹത്തിനത് എന്താ എനിക്ക് ചെയ്യേണ്ടത് എന്നറിയുന്നില്ല. എന്താ പറഞ്ഞാൽ ഭഗവാനാണ് തന്നെ കുറിച്ചിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കുന്നത്. ആ ഒരു സന്തോഷത്തിൽ അദ്ദേഹം വേഗം തന്നെ വസ്ത്രമൊക്കെ മാറ്റി ഭഗവാനെ നേരിട്ട് കാണാൻ ഭഗവാൻ വിളിച്ചിട്ട് പോവുകയാണ്. എന്തായാലും അദ്ദേഹത്തിൻ്റെ ഭാഗ്യം. അതാണ് നമ്മുടെ ഗുരുവായൂരപ്പൻ. ആ സാധുവായ മനുഷ്യനെ നോക്കിയിട്ട് നിർമ്മാല്യ സമയത്ത് ഭഗവാൻ കാത്തു നിൽക്കുക എന്ന് പറഞ്ഞാലുള്ള ആ ഒരു ജന്മപുണ്യം വേറെ എന്തുണ്ട്. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കണം. പിന്നെ ഗുരുവായൂർ അമ്പലത്തിലെ അമ്മയുടെ സ്ഥാനം മേൽശാന്തിക്കാണ്. ബ്രഹ്മചര്യവ്രതം കർശനമായിട്ട് അനുഷ്ഠിക്കണം ഈ ഇവിടുത്തെ മേൽശാന്തിമാർ. അതുമാത്രമല്ല, മേൽശാന്തിമാർ ക്ഷേത്രം വിട്ടു പോകാനും പാടില്ല. അതായത് 6 മാസമാണ് ഗുരുവായൂർ അമ്പലത്തിൽ മേൽശാന്തി സ്ഥാനം ഉണ്ടാവുക. ആ 6 മാസം ഗുരുവായൂർ അമ്പലത്തിൽ തന്നെ താമസിച്ച് വേണം താന്ത്രിക കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റ് ക്ഷേത്രങ്ങളിലെ അപേക്ഷിച്ച് ഗുരുവായൂർ ക്ഷേത്രത്തിൽ കൊച്ചു കുഞ്ഞിനെ പോലെയാണ് ഭഗവാനെ അണിയിച്ചൊരുക്കേണ്ടത്. ഭഗവാൻ അത്രയും ഭക്തരെ മനസ്സിൽ അത്രയും പ്രാധാന്യം ഉണ്ടാവാൻ കാരണം, ഗുരുവായൂരപ്പന് ഇത്രയും പ്രാധാന്യം ഉണ്ടാവാൻ കാരണം മറ്റുള്ള ദൈവങ്ങളെപ്പോലെ നമ്മൾ ഭക്തിയോടെ മാത്രം സ്മരിച്ചിട്ടല്ല ഗുരുവായൂരപ്പൻ എല്ലാവരെയും പ്രിയപ്പെട്ടതായത്. ഗുരുവായൂരപ്പൻ നമ്മളെ മനസ്സിൽ ഉണ്ണിയായിട്ട് നമ്മളെ ഓരോരാളെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്, നമ്മളെ കൂടെ തന്നെയുള്ള ഒരാളായിട്ടാണ് ഭഗവാനെ എല്ലാവരും സ്മരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം കുചേലന എത്രത്തോളം ഭഗവാൻ കഷ്ടപ്പെടുത്തിയിട്ടാണ് കുചേലൻ ഭഗവാന്റെ മുന്നിൽ എത്തുന്നത്. ആ ഭഗവാന്റെ മുന്നിൽ എത്തിയപ്പോഴുണ്ടായ കുചേലൻ്റെ അനുഭവങ്ങൾ, കുചേലൻ അത്രയും ഭക്തനായിട്ടും കുചേലനെ ഭഗവാൻ ഒരുപാട് കളിപ്പിച്ചു അല്ലേ. അതേപോലെയാണ് ലാസ്റ്റ് നമ്മളെ ഭഗവാൻ നമ്മളെ ചേർത്ത് നിർത്തും. അതാണ് നമ്മളെ ഉണ്ണിക്കണ്ണൻ. എത്ര സ്നേഹിച്ചാലും അതിൻ്റെ ഇരട്ടിയായിട്ട് നമുക്ക് തരും, പക്ഷേ അതിന് മുന്നേ നമ്മളെ കുറേ കളിപ്പിക്കൂലേ. അതാണ് ഉണ്ണിക്കണ്ണൻ, കുരുത്തം കെട്ട ഉണ്ണിക്കണ്ണൻ. അപ്പോൾ എല്ലാവരെയും ഭഗവാൻ ഇതേപോലെ അനുഗ്രഹിച്ച് എല്ലാവർക്കും നല്ലൊരു
ജീവിതം ഭഗവാൻ ഉണ്ടാക്കി തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ടാറ്റാ.